സംസ്ഥാന ചെയർമാൻ ശ്രീ അയത്തിൽ സുദർശൻ ചേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ സ്കൂളിന്റെ ഭാവി ഉയർച്ചയ്ക്ക് നിദാനമായ ഗുണപരമായ പുരോഗതി കൈവരിക്കുവാൻ ബദ്ധസത്തമായി നിലകൊള്ളുന്ന ശ്രീ എം എസ് ലാൽ സാറാറുകളെ, നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്കൂളിന്റെ കാരണവരായി നമ്മുടെ പ്രിയപ്പെട്ട പ്രഥമാധ്യാപകനായ ശ്രീ എ നിസാമുദ്ദീൻ സാർ അവരുടെ, നിങ്ങളുടെ എപ്പോഴും കലയും സാഹിത്യവും പരിപോഷിപ്പിക്കുവാൻ പ്രോത്സാഹനകരമായി നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിമൽ കുമാർ സാർ അവരുടെ, സ്നേഹ സംഭൂതിരായ എന്റെ കൊച്ചന്യന്മാരെ, ഇത് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇത് കേരളമൊട്ടാകെ വളർന്നു വരുന്ന തലമുറയെ ചേതനയോടെ വളർത്തുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി ഭയമില്ലാതെ ജീവിതത്തിലേക്ക് പുലർത്തുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി ഭീകര വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഈ ഭീകര വിരുദ്ധ ദിനാചരണത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങോട് അനുബന്ധിച്ച് ഒരു പ്രധാന കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൊല്ലം പട്ടണത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് കൊല്ലത്തെ ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് ഗാന്ധിയൻ ആശയ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ഒരു വൈദികനായ ഗാന്ധിയൻ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ കുട്ടനാട് ശിവരാമൻ നായർ കഴിഞ്ഞ 12-ാം തീയതി അദ്ദേഹത്തിന്റെ പത്തനാപുരത്തുള്ള വസതിയിൽ വെച്ച് മരണപ്പെട്ടു. കൊല്ലം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച് 10-35 വർഷത്തിലേറെ ഈ കൊല്ലത്തിന്റെ ഹൃദയത്തിൽ വന്ന് ഈ സ്കൂളുകളിലൊക്കെ വന്ന് നിങ്ങളെ ബോധവൽക്കരിക്കുകയും ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള അദ്ദേഹം ചെയർമാനായ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുകയും ഗാന്ധി സമാധാന സന്ദേശവുമായി ഗാന്ധി ജയന്തിക്കും രക്തസാക്ഷി ദിനത്തിലും നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ നമ്മുടെ ജില്ലയിൽ കൊല്ലം പട്ടണത്തിന്റെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരെയും കുട്ടികളെയും ഗാന്ധി നേതാക്കന്മാരെയും ഒക്കെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാന റാലിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി ബീച്ചുകളിൽ ചെന്ന് അവസാനിച്ച സമ്മേളനത്തോടുകൂടി പിരിയുന്ന ആ ഗാന്ധി ജയന്തി രക്തസാക്ഷി ദിനങ്ങളിലെ ആ ചടങ്ങിന് നേതൃത്വം കൊടുത്തിരുന്ന ശ്രീ കുട്ടനാട് ശിവരാമൻ നായരുടെ പാവനമായ സ്മരണയ്ക്കുള്ളിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു സ്വല്പനേരം നമ്മളെല്ലാവരും ഒരു സ്വല്പ മൗന പ്രാർത്ഥനയ്ക്കായി എഴുതിയിരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന. പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനും ലോകരാജ്യങ്ങൾ തന്നെ ന്യൂനതമായ പ്രവർത്തനത്തിലൂടെ ഭാവി മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിൽ ലോകത്തിലെ യുവാക്കളെയും യുവതികളെയും വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി ഭീകരതയ്ക്കെതിരെ സമാധാനത്തിന്റെ സഹവർത്തിത്വം പുലർത്തുന്ന മഹത്തായ ലോക നേതാവ് എന്ന നിലയിൽ മഹാത്മജിയെ കാണുകയും നമ്മുടെ രാഷ്ട്രപിതാവ് ലോകമെങ്ങും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഗാന്ധി ജയന്തി ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച് വർഷങ്ങൾ പിന്നിടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം, ആ ജനാധിപത്യ പാരമ്പര്യത്തിന് അതിന്റെ
ജന്മം കൊടുത്ത ചിന്താപന്താവ് വളർത്തിയ മഹാത്മാഗാന്ധി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉപജ്ഞാതാവും മഹാത്മാഗാന്ധി ത്യാഗോജ്ജലമായ സമരത്തിലൂടെയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ പര്യാപ്തമായ പരിസ്ഥിതി സംസ്കാരമാക്കിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി പലതരത്തിലുള്ള അക്രമങ്ങൾ പൈശാചികമായി നമ്മുടെ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു എങ്കിൽ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ ശക്തമായ കരം ഉപയോഗിച്ച് അടിച്ചമർത്തുകയും വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾക്ക് വ്യത്യസ്തമായി നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി, നമ്മുടെ അഹിംസയുടെ പ്രവാചകനായ മഹാത്മാഗാന്ധി സമാധാനത്തിന്റെ സഹവർത്തിത്വം പുലർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യമെങ്കിലും സഞ്ചരിച്ച് ദേശാഭിമാനത്തിന്റെ വികായത്തിൽ സമാധാന പൈതൃകത്തിലുള്ള മുന്തിയ സ്ഥാനത്തിന്റെ പ്രസക്തി ജനങ്ങളിൽ ധരിപ്പിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ നാനാത്വത്തിൽ ഏകത്വം വർദ്ധിച്ച് നമ്മുടെ ജനതയെ ഏകോപിപ്പിച്ചാണ് ബ്രിട്ടീഷ് മേധാവിത്വത്തെ തുടർത്തി ഈ രാജ്യത്തു നിന്ന് മാറ്റിപ്പായിച്ചുകൊണ്ട് നമ്മുടെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം പരിരക്ഷിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധം സംരക്ഷിച്ച് ഒരു പാരമ്പര്യം നിലനിർത്തുവാൻ ഒക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തെ ആക്കം വർദ്ധിപ്പിച്ച് രാഷ്ട്രത്തിന് നൂതനമായ ഭാവുകങ്ങൾ ഉണ്ടാകത്തക്ക ഒരു നമ്മുടെ ലക്ഷ്യബോധത്തിന് അടിസ്ഥാനമായി നമ്മൾ മുന്നോട്ട് പ്രയാണം നടത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉയർന്ന ക്ലാസുകളിൽ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ലക്ഷ്യബോധം കടലാണ്, ലക്ഷ്യബോധത്തിൽ അപ്പുറം ബുദ്ധിയുണ്ട്, നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ അപ്പുറം ബോധമുണ്ട്, നിങ്ങൾ കണ്ടുവാർത്താനം ചെയ്ത് പഠിക്കുന്നു, നിങ്ങൾ ഊർജ്ജസ്വലരായി പഠിക്കുന്നു, അധ്യാപകർ നിങ്ങളെ ഓരോരുത്തരെയും അർപ്പണബോധത്തോടെ ഉൾക്കൊണ്ട് നല്ല കുട്ടിയായി അംഗീകരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു. പക്ഷേ നിങ്ങൾ പക്ഷേ പരീക്ഷയും വർഷ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെട്ടു എന്നറിയുന്ന ആ ശിക്ഷയെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ തികച്ചും സമാധാനപരമായ ജീവിത ശൈലിയിലേക്ക് മനസ്സിന്റെ ഉള്ളറിൽ വാർത്തെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാണ്. മുൻകാലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഈ ആധുനിക വിജ്ഞാനം നിലനിൽക്കുമ്പോൾ നമ്മുടെ ഭരണക്രമത്തിലെ വിള്ളലുകൾ സൃഷ്ടിക്കുവാനും നമ്മൾ സ്വതന്ത്രമായി ദേശത്ത് സഞ്ചരിക്കാനും ദേശത്ത് സുഗമമായി പ്രവർത്തിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ ഭീകരാക്രമണം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിനകത്ത് പെട്ടെന്ന് സ്ഫോടനമുണ്ടായ നമ്മുടെ മനസ്സിന്റെ ഉള്ളവരിലുണ്ടാകുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ അക്രമരാഹിത്യത്തിലൂടെ ജീവിതശൈലി പുലർത്തിക്കൊണ്ട് ദേശാഭിമാനപരമായ ചിന്തയും ദേശസ്നേഹപരമായ പ്രവർത്തനത്തിനും ആക്കം വർദ്ധിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ബോംബെ ഭീകരാക്രമണത്തിന്റെ ഓരോ വർഷവും ഭീകരവിരുദ്ധമായി അണിച്ച് വളരുന്ന തലമുറയെ കർമ്മോജ്ജലമായി നയിക്കുവാനുള്ള പ്രേരക ഘടകമായി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം മുന്നോട്ട് നീങ്ങുന്നത് ഈ ഭീകര വിരുദ്ധ ചിന്താഗതിയെ പരിപോഷിപ്പിക്കുവാനും അക്രമരാഹിത്യത്തിലും സമാധാനപരമായ സഹവർത്തിത്വത്തിലും ഊന്നൽ നൽകിക്കൊണ്ട് ജീവിതശൈലിയെ വളർത്തിയെടുക്കുവാനും നിങ്ങളുടെ ഭാവി ഭാസപരമായ വിദ്യാഭ്യാസപരമായ തൊഴിൽപരമായ കുടുംബപരമായ രാഷ്ട്രപരമായ എല്ലാ ചിന്താബന്ധാവിലും ന്യൂനതമായ വെളിച്ചം പുലർത്തുന്ന ചിന്താലയമായി നിങ്ങൾ ഭാവി ഭാസുര രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ബൃഹത്തായ പ്രവർത്തനത്തിൽ സമാധാനത്തിന്റെ സഹൃദത്തിലൂടെ സഞ്ചരിക്കണമെന്നും സമാധാനത്തിന്റെ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കണമെന്നും സർവ്വ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ന്യൂനതമായ ഭാവി വാഗ്ദാനം ചെയ്യുന്ന ഒരു മുന്നേറ്റത്തിന് ആക്കം വർദ്ധിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് 2008 ബോംബെ ഭീകരാക്രമണം നടന്ന ആ നവംബർ 26 6ാമത് വാർഷിക ദിനമായ ഇന്ന് ഭീകരതയ്ക്കെതിരെയുള്ള ജാഗരൂകമായ പ്രവർത്തനത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള പ്രചോദനം നൽകിക്കൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഭീകരവിരുദ്ധമായി ആചരിക്കുന്നതിന്റെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സമാധാനപരമായ പ്രവർത്തിക്കണം എന്ന ആഹ്വാനവുമായി ഞാൻ വിരമിക്കുന്നു. ജയിപ്പാൻ
ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ദേശീയോഗ്യത പ്രവർത്തനങ്ങൾക്ക് കരുത്ത് വരുവാൻ ഈ ഭീകര വിരുദ്ധ ദിനത്തിൽ ഒരു ഭീകര വിരുദ്ധ പ്രതിജ്ഞ ഞാൻ ചെയ്തു. ദേശാഭിമാന ബോധത്തോടെ രാജ്യസ്നേഹത്തോടെ നിന്ന് ഈ ഭീകര വിരുദ്ധ പ്രതിജ്ഞ ഏൽപ്പിച്ചുകയും ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ശക്തി പകരുവാൻ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഭാരതീയരായ നാം പരസ്പര സാഹോദര്യം പുലർത്തി ഗാന്ധിയൻ ആശയ സംഹിതയിൽ വിശ്വാസം അർപ്പിച്ചും സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും മുന്നോട്ട് നീങ്ങും. നമ്മുടെ രാജ്യത്തും ലോകരാജ്യങ്ങളിലും വളർന്നു വരുന്ന ഭീകര പ്രവർത്തനങ്ങളെയും ഭീകര ആക്രമണങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമഗ്രമായ ബോധവൽക്കരണം നടത്തും. ആരോഗ്യ ദൃഢഗാത്രരായി വിദ്യാർത്ഥിനികളും യുവാക്കളും ഭയത്തിന് അടിമപ്പെടാതെ രാഷ്ട്രത്തിന്റെ തേജസ്സുറ്റ മുന്നേറ്റത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാൻ ഞാൻ സ്വയം പ്രവർത്തിക്കുകയും സമഗ്രതയോടെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. ഭീകര പ്രവർത്തനം ഒരു ലോക വിപത്തായി വളരാതിരിക്കാൻ നാം ഓരോരുത്തരും സ്നേഹവും സാഹോദര്യവും പുലർത്തിയും സംരക്ഷിച്ചും മുന്നോട്ട് നീങ്ങും. അക്രമരാഹിത്യം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യബോധമായി ഉൾക്കൊണ്ടും വർഗീയതയില്ലാത്ത മതസാഹോദര്യത്തോടുകൂടി ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കും. 2008 ബോംബെ ഭീകരാക്രമണത്തിൽ വീരരക്തസാക്ഷികളായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹേമന്ത് കർക്കരെ, വിജയ് സലാസ്കർ, അശോക് എം കാംഗെ, തോമസ് മുരുകൻ, അനീഷ് പ്രഭു തുടങ്ങിയ നൂറുകണക്കിന് നിരവധി രക്തസാക്ഷികളുടെ പാവന മരണത്തിനു മുന്നിൽ പാവനാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാ മനുഷ്യരും സാഹോദര്യത്തിൽ വർദ്ധിക്കുന്ന ഒരു ഏകലോകത്തിന് വേണ്ടി ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.